ഹായ് മക്കളുമാരെ, അപ്പോൾ നമ്മൾ ബേസിക് സയൻസിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചു. ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. വേർ ഈസ് കിങ് ഫിഷർ യൂഷ്വലി സീൻ? എവിടെയാണ് കിങ് ഫിഷറിനെ കാണപ്പെടുന്നത്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? അതിൻ്റെ കാര്യം എന്താണ്? കിങ് ഫിഷർ ലീവ് ഇൻ ഡെൻസ് ഓൺ ദ ബാങ്ക് ഓഫ് റിവേഴ്സ് ഓർ പോണ്ട്സ്. പോണ്ടിൻ്റെയും റിവേഴ്സിൻ്റെയും മാളങ്ങളിലാണ് ആര് ജീവിക്കുന്നത്? കിങ് ഫിഷർ. They mostly chooses places where they can fish near water bodies. നമ്മൾ ഈ വെള്ളമുള്ള സ്ഥലത്ത്, അതിന് മീനിനെ പിടിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് അവർ കൂടുതലായിട്ട് താമസിക്കുന്നത്. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗോട്ടിൻ്റെ മെയിൻ ഫുഡ് എന്താണ്? ഗ്രാസ് ലീവ്സ്, ഗ്രെയിൻസ്, പെല്ലറ്റ്സ്. വിച്ച് ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്സ്? പ്ലാന്റ്സിൻ്റെ പാർട്സ് കഴിക്കുന്ന ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? ജീവികൾ ഏതൊക്കെയാണ്? ഗോട്ട്, റാബിറ്റ്, ഡീർ, കൗ, എലിഫൻറ്റ്, ബഫലോ, ഹോഴ്സ്. ഇനിയുണ്ട് കേട്ടോ. വാട്ട് ആർ പ്ലാങ്ക്ടൺ? പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ എന്താ? പ്ലാങ്ക്ടൺ ആർ സ്മാൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. നമ്മൾ വെള്ളത്തിലൊക്കെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന സ്മാൾ പ്ലാന്റ്സിനെയാണ് പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റേറ്റ് സിസ്റ്റം ഓഫ് ദ ഓഷൻ. സമുദ്രങ്ങളിലെ പ്രൊഡ്യൂസർ, ഒരു ഫുഡ് ചെയിനിലെ ആദ്യത്തെ കണ്ണിയാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഒരു ഫുഡ് ചെയിനിലെ ആദ്യത്തെ കണ്ണിയാണ് പ്രൊഡ്യൂസർ. സമുദ്രത്തിലെ പ്രൊഡ്യൂസറാണ് പ്ലാങ്ക്ടൺ. വാട്ട് ആർ ദ കമ്പോണൻസ് ഡൂയിങ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? ഒരു മത്സ്യത്തിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്? സൺലൈറ്റ്, അക്വാട്ടിക് പ്ലാന്റ്സ്, വാട്ടർ, ഓക്സിജൻ, മൈക്രോ ഓർഗാനിസം, വേംസ്, ടെമ്പറേച്ചർ. ഇതൊക്കെ വേണം ഫിഷിന് ജീവിക്കണമെങ്കിൽ. വാട്ട് ഈസ് ഫുഡ് വെബ്? ഫുഡ് വെബ് എന്ന് വെച്ചാൽ എന്താ? ലിവിങ് ഓർഗാനിസം ഡിപ്പെൻഡ് ഓൺ അനദർ ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടി ലിവിങ് ഓർഗാനിസം ഓരോ ജീവികളെ ആശ്രയിക്കുന്നുണ്ട്. ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഈസ് ദ ഫുഡ് വെബ്. ഈ ഇൻ്റർ റിലേഷൻഷിപ്പിനെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ കമ്പോണൻസ് ഡസ് ദ ഫിഷ് ഇൻ ദ പോണ്ട് നീഡ് ടു സർവൈ? അത് പറഞ്ഞതാണ്. ഓക്കെ. വാട്ട് ഈസ് കാൾഡ് ഹാബിറ്റാറ്റ്? The natural surrounding in which an organism lives are called its habitat. ഒരു ജീവിക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സറൗണ്ടിങ്ങിനെയാണ് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ് ഏതൊക്കെയാണ്? ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, മാംഗ്രൂവ്സ്, ഐസിലാൻഡ്, പാഡി ഫീൽഡ്, ബ്രൂക്ക്, പോണ്ട്, സീ, ബാക്ക് വാട്ടർ, റിവർ. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്സ്. വാട്ട് വിൽ ഹാപ്പൻസ് ഇഫ് ടൈഗർ ഡിസപ്പിയർ ഫ്രം ദിസ് ഹാബിറ്റേറ്റ്? നമ്മുടെ ഹാബിറ്റേറ്റിൽ നിന്ന്, ആവാസത്തിൽ നിന്ന് ടൈഗർ ഡിസപ്പിയർ ചെയ്താൽ എന്തോ സംഭവിക്കും? ടൈഗേഴ്സ് ആർ ദ ടോപ്പ് ഓഫ് ഫുഡ് ചെയിൻ്റെ ടോപ്പിലുള്ള ജീവിയാണ് tiger. So the disappearance of tiger can lead to the overpopulation of animals such as deer, fox, etc. പ്ലാന്റ്സിന് ആര് കഴിക്കും? റാറ്റ് കഴിക്കും. റാറ്റിന് ആര് കഴിക്കും? ക്യാറ്റ് കഴിക്കും. ക്യാറ്റിന് ആര് കഴിക്കും? ഫോക്സ് കഴിക്കും അല്ലേ? ഫോക്സിന് ആര് കഴിക്കും? ടൈഗർ കഴിക്കും. പ്ലാന്റ്സിന് റാറ്റ് കഴിക്കും. റാറ്റിനെ ക്യാറ്റ് കഴിക്കും. ക്യാറ്റിന് ഫോക്സ് കഴിക്കും. ഇങ്ങനെ വരയ്ക്കും. ഫോക്സ് കഴിക്കും. ഫോക്സിന് ടൈഗർ കഴിക്കും. ടൈഗർ നശിച്ചു പോയാൽ ഈ ഫോക്സിൻ്റെ എണ്ണം കൂടും, അങ്ങനെ ക്യാറ്റിൻ്റെ എണ്ണം കൂടും. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഫോക്സിൻ്റെയും ടൈഗർ കഴിക്കുന്നതായിട്ടുള്ള ജീവികളുടെ, ഡീർ, പിന്നെ എന്താ ടൈഗർ കഴിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പോപ്പുലേഷൻ കൂടും. Biodiversity garden is the habitat to many organisms. Which are they? ഗാർഡനിൽ ഒത്തിരി ഓർഗാനിസംസ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ് ഗാർഡനിൽ കാണപ്പെടുന്ന ഓർഗാനിസം? ബട്ടർഫ്ലൈ, ഡ്രാഗൺ ഫ്ലൈ, ഗ്രാസ് ഹോപ്പർ, ഇൻസെക്റ്റ്, ആൻസ്, ബേർഡ്സ്, പ്ലാന്റ്സ്. ഇതൊക്കെയാണ്. ഇനിയും എഴുതാം അല്ലേ നമുക്ക്? ഹണി ബി, ഇതൊക്കെ എഴുതി ചേർക്കാം. വാട്ട് ഈസ് എക്കോസിസ്റ്റം? എന്താണ് എക്കോസിസ്റ്റം? ആവാസ വ്യവസ്ഥ എന്നാൽ എന്താണ്? എക്കോസിസ്റ്റം ഈസ് ആൻ സിസ്റ്റം ഓഫ് ഇൻ്റർഡിപ്പെൻഡൻറ്റ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പ്രത്യേക സ്ഥലത്ത് കാണപ്പെടുന്ന
ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിലുള്ള ഒരു ഇൻ്റർഡിപ്പെൻഡൻ്റ്, ഒരു ആശ്രയിച്ച് കഴിയുന്ന ഒരു സിസ്റ്റത്തിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ലിവിങ് തിങ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ബൈ ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിന് ജീവിക്കണമെങ്കിൽ എന്താ വേണം? നോൺ ലിവിങ് തിങ്സ് വേണം, എന്നാലല്ലേ ജീവിക്കാൻ പറ്റൂ. ഡു യു എഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്, എഗ്രി ചെയ്യണം. കാരണം ലിവിങ് തിങ്സിന് ജീവിക്കണമെങ്കിൽ നോൺ ലിവിങ് തിങ്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. വൈ? ആനിമൽസ് നീഡ് വാട്ടർ ടു ഡ്രിങ്ക്. അവർ മൃഗങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വാട്ടർ വേണം, കുടിക്കാൻ വെള്ളം വേണം. ആ വാട്ടർ എന്താണ്? നോൺ ലിവിങ് തിങ്സ് അല്ലയോ? എയർ ടു ബ്രീത്ത്. ആ എയർ എന്താണ്? നോൺ ലിവിങ് തിങ്സാ. പ്ലാന്റ്സ് ക്യാൻ ലീവ് ഓൺലി ഇഫ് ദേ ഹാവ് നോൺ ലിവിങ് എലിമെൻറ്റ്സ് ലൈക്ക് എയർ, വാട്ടർ, സൺലൈറ്റ്. ഇനി പ്ലാന്റ്സിന് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? എയറും വാട്ടറും സൺലൈറ്റും ഒക്കെ വേണം. ഈ എയറും വാട്ടറും സൺലൈറ്റ് ജീവനുള്ളതാണോ? അല്ല, അത് ജീവനില്ലാത്ത വസ്തുക്കളാണ്. അത് നോൺ ലിവിങ് തിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ലിവിങ് തിങ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ബൈ ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിങ് തിങ്സ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. വാട്ട് ഈസ് ഫുഡ് ചെയിൻ? A single sequence of food relationship from the food web. നമ്മൾ പഠിച്ചല്ലേ ഫുഡ് വെബ്. പ്ലാന്റ്സിന് ആരൊക്കെ കഴിക്കും? ഡെയർ കഴിക്കും, പിന്നെ ഗോട്ട് കഴിക്കും, പ്ലാന്റ്സിന് റാറ്റ് കഴിക്കും, എന്നിട്ട് ഈ ഗോട്ടിന് ഫോക്സ് കഴിക്കും, ടൈഗർ കഴിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കുറേ ഇങ്ങനെ ഒരു ഫുഡ് വെബ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഫുഡ് വെബിലെ ഒറ്റ കണ്ണിയാണ്, ഇതുപോലെ ഒറ്റ ഒരു കണ്ണീനെയാണ് എന്താ പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫ്രം വിച്ച് ഓർഗാനിസം ഡു ഓൾ ദ ഫുഡ് ചെയിൻ ബിഗിൻസ്? ഏതൊക്കെ ഓർഗാനിസത്തിലാണ് ഫുഡ് ചെയിൻ ബിഗിൻ ചെയ്യുന്നത്? പ്ലാന്റ്സ്. എപ്പോഴും പ്ലാന്റ്സിൽ നിന്നാണ് ഫുഡ് ചെയിന് ആരംഭിക്കുന്ന ഫുഡ് ചെയിൻ ആരംഭിക്കുന്നത് എപ്പോഴും പ്ലാന്റ്സിൽ നിന്നിട്ട് ആണ്. വിച്ച് ആർ ദ മെയിൻ കമ്പോണൻസ് ദ പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്? പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഏതൊക്കെ കമ്പോണൻസ് വേണം? കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ്, വാട്ടർ, ക്ലോറോഫിൽ, ഇതൊക്കെ വേണം. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് എനർജി സ്വീകരിച്ച് പിഗ്മെൻ്റ് ആയിട്ടുള്ള ക്ലോറോഫില്ലും കൂടെ ചേർന്നിട്ട് ചെടികൾ എന്ത് ചെയ്യും? ഫുഡ് ഉണ്ടാക്കും. വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? പ്രകാശ സംശ്ലേഷണം. ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ചെടികൾ ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കും. അതിന് എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? സൺലൈറ്റ്. ഫോർ ദിസ് ദേ യൂസ് എനർജി ഫ്രം സൺലൈറ്റ്. സൺലൈറ്റിൽ നിന്ന് എനർജി കിട്ടും. സോ ദിസ് ആക്ടിവിറ്റി ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ്. ഇതിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽ ഈസ് ദ പിഗ്മെൻറ്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്സ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. ക്ലോറോഫില്ലാണ് ലീഫിൽ കാണപ്പെടുന്ന ഒരു പിഗ്മെൻറ്റ്. ആ പിഗ്മെൻ്റാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. ലീവ്സിൽ കാണപ്പെടുന്ന പിഗ്മെൻ്റ് ഏതാണ്? ക്ലോറോഫിൽ. ക്ലോറോഫിലിൻ്റെ നിറം ഗ്രീനാണ് കേട്ടോ. ഈ ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. ഈ ഒരു ഫോട്ടോസിന്തസിസിലൂടെ നമുക്ക് ഒരു പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത് എന്താണ്? ഓക്സിജൻ. ഈ ഓക്സിജന് ആർക്കാവശ്യമാണ്? ബാക്കി എല്ലാ ലിവിങ് തിങ്സിനും ആവശ്യമാണ്. ഓക്സിജൻ ഇല്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയത്തില്ല, മൃഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല, മറ്റ് പ്രാണികൾക്കൊന്നും ജീവിക്കാൻ കഴിയത്തില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്ലാന്റ്സ് ഫുഡ് മേക്ക് ചെയ്യും, പക്ഷേ അവർ ഓക്സിജൻ റിലീസ് ചെയ്യും. വാട്ട് ആർ പിഗ്മെൻറ്റ്സ്? പിഗ്മെൻറ്റ്സ് ഗീവ് കളർ ടു ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും ലീവ്സിനും സ്റ്റെമ്മിനും ഒക്കെ കളർ കൊടുക്കുന്ന എന്താണ്? ആര്? പിഗ്മെൻറ്റ്. പിഗ്മെൻറ്റ് ഏതൊക്കെ പിഗ്മെൻറ്റ് നമുക്കറിയാം? റെഡ് കളർ എന്ന് പറഞ്ഞാൽ ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടീൻ,
യെല്ലോ സാന്തോഫിൽ, ഗ്രീൻ നമ്മൾ പഠിച്ചു, ക്ലോറോഫിൽ എന്ന് പഠിച്ചു. ഏതൊക്കെ പിഗ്മെൻറ്റ്സ് ആണുള്ളത്? നമുക്ക് മെയിനായിട്ടുള്ള പിഗ്മെൻറ്റ്സിൻ്റെ പേരുകൾ പഠിക്കുക. റെഡ് പിഗ്മെൻറ്റിന് ആന്തോസയാനിൻ്റെ കളർ ഏതാണ്? റെഡാണ്. കരോട്ടിൻ്റെ കളർ ഓറഞ്ചാണ്. സാന്തോഫിൽ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിനെയാണ് പറയുന്നത്. ക്ലോറോഫിൽ ഗ്രീൻ കളറാണ്. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിന് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാ? നമ്മൾ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ്. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സ് ശ്വസിക്കാൻ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ. പ്ലാന്റ്സിൻ്റെ ഈ 2 ക്വസ്റ്റ്യൻ അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് കാർബൺ ഡൈ ഓക്സൈഡും ശ്വസിക്കാനായിട്ട് ഓക്സിജന് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓക്സിജൻ അവർ പുറത്തല്ലേ വിടുന്നതെന്ന് വിചാരിക്കില്ല. അതിന് ശ്വസിക്കണമെങ്കിൽ പ്ലാന്റ്സിനും ശ്വസിക്കണം അല്ലേ? പ്ലാന്റ്സ് ശ്വസിക്കാൻ ഏതാണ് ഉപയോഗിക്കുന്നത്? ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവർ ഫോട്ടോസിന്തസിസിന് ഏതാണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാണ്. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസം ഫോർ റെസ്പിറേഷൻ? ലിവിങ് ബീങ്സ്, ജീവനുള്ള വസ്തുക്കളെല്ലാം ഏത് ഗ്യാസാണ് ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ഓക്സിജനാണ്. നെയിം ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മാഗ്നിഫൈ തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐസ്. നമുക്ക് കണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങളെയൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താണ്? മൈക്രോസ്കോപ്പ്. വാട്ട് ഈസ് സ്റ്റൊമാറ്റ? എന്താണ് സ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ? പ്ലാന്റ്സിൽ എയർ പോകാൻ വേണ്ടിയിട്ട് ഉള്ള നമുക്ക് കുഞ്ഞൊരു മൈക്രോസ്കോപ്പിക് പോസാണ് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ. ദ മൈക്രോസ്കോപ്പിക് പോസ്, കുഞ്ഞു ദ്വാരങ്ങളുണ്ട്. ഇൻ ദ ലീവ്സ് ആർ നോൺ എസ് സ്റ്റൊമാറ്റ. ലീവ്സിലുള്ള നമ്മളെ ലീഫിലെ ഒരു ചെടിയുടെ ലീഫിലുള്ള മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുന്ന പോറ്, അത്രത്തോളം കുഞ്ഞൊരു കുഴികൾ ഉണ്ട്. അതിനെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദീസ് പോർ അറ്റ്മോസ്ഫറിക് എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്സ്. അറ്റ്മോസ്ഫറിക് എന്നുള്ള എയർ പ്ലാന്റ്സിൽ എത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ചില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് അത് സ്വീകരിക്കും, ഓക്സിജൻ പുറത്തു വിടുമെന്നൊക്കെ പഠിച്ചില്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇലകൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ പോസ് വഴി, ഈ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു മൈക്രോസ്കോപ്പിക് പോസ് വഴിയാണ് അറ്റ്മോസ്ഫിയറിക് എയർ പ്ലാന്റ്സിലെത്തുന്നത്. ഓക്സിജൻ produced as a result of photosynthesis also released through these pores. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് CO2 എന്ന് എഴുതാം കേട്ടോ. ഓക്സിജൻ നമുക്ക് O2 എന്ന് എഴുതാം. അത് വലിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. കാർബൺ ഡൈ ഓക്സൈഡിനെ ഇലകൾ സ്വീകരിക്കുന്നതും ഈ ഒരു കുഞ്ഞു മൈക്രോസ്കോപ്പിക് പോസിലൂടെയാണ്. ഫോട്ടോസിന്തസിസിലൂടെ ലഭിക്കുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓക്സിജനെ പുറത്തു വിടുന്നതും ഈ സ്റ്റൊമാറ്റ വഴിയിട്ടാണ്. വാട്ട് ഈസ് എപ്പിഫൈറ്റ്സ്? എപ്പിഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദ പ്ലാന്റ്സ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് ഓൺലി ഫോർ ഹാബിറ്റാറ്റ്. ടി ഉണ്ട് ഇവിടെ. പ്ലാന്റ്സ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് ഓൺലി ഫോർ ഹാബിറ്റാറ്റ്. നമുക്ക് താമസിക്കാൻ വേണ്ടി മാത്രം ഒരു പ്ലാന്റ്സ് ഒരു ജീവി ആശ്രയിക്കുന്നെങ്കിൽ അതിനെയാണ് എന്താ പറയുന്നത്? എപ്പിഫൈറ്റ്സ് എന്ന്. നമ്മളെ വീട്ടിലൊക്കെ ഓർക്കിഡ് ഉണ്ടല്ലേ? ഓർക്കിഡ് നമ്മളെവിടെ വച്ചിരിക്കുന്നത്? ചിലരൊക്കെ മറ്റ് ചെടികളിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കും അല്ലേ? എന്തെങ്കിലും ചെടികളിൽ നമ്മൾ ഓർക്കിഡിനെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂക്കിയിടാറുണ്ട് അല്ലേ? ആ ചെടിയോട് ചേർത്ത് ഇങ്ങനെ പിൻ ചെയ്തൊക്കെ വയ്ക്കാറുണ്ട്. പക്ഷേ ഈ ചെടിയെ നശിപ്പിക്കുമോ ഓർക്കിഡ്? ഇല്ല, ഒരിക്കലും ആ ചെടിയെ ഓർക്കിഡ് നശിപ്പിക്കത്തില്ല. കാരണം അതിന് എന്താ വേണ്ടത്? അതിന് എവിടെയെങ്കിലും ഒന്ന് തൂങ്ങിക്കിടക്കണം. വെറുതെ അതിന് ഫുഡൊന്നും അതിൽ നിന്ന് എടുക്കത്തില്ല. അതിന് താമസിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം മാത്രം മതി. അതിന് നിൽക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം മാത്രം മതി. നമുക്കറിയാം ചില ഫേൺസ് ഉണ്ട്. ഫേൺസ് എന്ന് വെച്ചാൽ എന്താ? പായലുകൾ. ചില പായലുകളൊക്കെ മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട് അല്ലേ? ഈ പായലുകൾ അല്ലെങ്കിൽ വാണ്ട എന്ന് പറഞ്ഞാലും ഓർക്കിഡിൻ്റെ വെറൈറ്റിയിൽപ്പെട്ട ഒരു സസ്യമാണ്, മരവാഴ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്താണ്? എപ്പിഫൈറ്റ്സ് ആണ്. ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ്സ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്? ഹോസ്റ്റ് പ്ലാന്റിനെ ഗ്രോത്തിനെ എപ്പിഫൈറ്റ് ഹാം ചെയ്യുമോ? നമ്മൾ പഠിച്ചു അല്ലേ? ഇല്ല. ദ സ്മാൾ
വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ റൂട്ട്സ് ഓഫ് എപ്പിഫൈറ്റ്സ്? എപ്പിഫൈറ്റ്സിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പിഫൈറ്റ്സിന് 2 റൂട്ടുണ്ട്. ദ സ്മാൾ റൂട്ട്സ് ഹെൽപ്സ് ദ എപ്പിഫൈറ്റ്സ് ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ദ ട്രീ. ഇതിന് പിടിച്ചിരിക്കണമെങ്കിൽ എന്തോ വേണം? ഒരു ചെറിയൊരു റൂട്ടുണ്ട്, അത് പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഇതിന് വേറെ തിക്കായിട്ടുള്ള കട്ടിയുള്ള ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലുള്ള ജലകണികകളുണ്ട് അല്ലേ, അതിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുക. അതിനെ അബ്സോർബ് ചെയ്യുന്നത് ഈ തിക്ക് റൂട്ടാണ്. മോയ്സ്ചറിൽ തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാം കാണും. അതെല്ലാം കൂടെ ചേർത്ത് ഇത് ഫുഡ് സ്വന്തമായിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. വാട്ട് ഈസ് സെമി പാരസൈറ്റ്സ്? സെമി പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? Plants make their own food by absorbing water and minerals from the host plants are called semi-parasites. പ്ലാന്റ്സ് അവരുടെ ഫുഡ് വാട്ടറും മിനറൽസും എവിടെ നിന്ന് അബ്സോർബ് ചെയ്യും? ഹോസ്റ്റ് പ്ലാന്റിൽ. നമ്മളിവിടെ പഠിച്ചു ഓർക്കിഡാണെങ്കിൽ വെറുതെ താമസിക്കാൻ മാത്രം മതി, അതിന് ഇരിക്കാൻ വേണ്ട സ്ഥലം മാത്രം മതി. പക്ഷെ സെമി പാരസൈറ്റ്സിന് അങ്ങനെയല്ല. അത് ഇരുന്നിട്ട് ചെടി വലിച്ചെടുക്കുമല്ലോ. ഒരു ചെടി വലിച്ചെടുക്കുന്ന എയറും വാട്ടറും എല്ലാം എടുക്കും? ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് വലിച്ചെടുക്കും. സെമി പാരസൈറ്റ്സ് പ്ലാന്റ്സ് വലിച്ചെടുത്തിട്ട് ഫുഡ് ആര് പ്രിപ്പയർ ചെയ്യും? അവർ പ്രിപ്പയർ ചെയ്യും. അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ഓർക്കിഡ് വലിച്ചെടുക്കുമല്ലോ, ഫുഡ് വലിച്ചെടുക്കുമോ? നെവർ, ഒരിക്കലും വലിച്ചെടുക്കത്തില്ല. അത് ഫുഡ് വാട്ടറും മിനറൽസും വലിച്ചെടുക്കുന്നത് അത് ഏത് ജീവിക്കുന്ന ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വലിച്ചെടുത്തിട്ട് എന്നിട്ട് ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യും. എക്സാമ്പിൾ ലൊറാന്തസ്, സാൻഡൽവുഡ്. ലൊറാന്തസ് ഇത്തിള് അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ സാൻഡൽവുഡ് എന്ന് വെച്ചാൽ ചന്ദനം. വാട്ട് ഈസ് ടോട്ടൽ പാരസൈറ്റ്? ടോട്ടൽ പാരസൈറ്റ് എന്ന് വെച്ചാൽ ഈ താമസിക്കുന്ന ജീവിയിൽ നിന്ന് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡില്ലേ, ആ ഫുഡിനെ ഫുള്ളും അബ്സോർബ് ചെയ്തെടുക്കും. അതിനെയാണ് ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് വിച്ച് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ കാൾഡ് ടോട്ടൽ പാരസൈറ്റ്സ്. അത് ന്യൂട്രിയൻസിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ്, ന്യൂട്രിയൻസ്, അതിനെ ആര് വലിച്ചെടുക്കും? വലിച്ചെടുക്കുന്ന പ്ലാന്റ്സിനെയാണ് എന്താ പറയുന്നത്? ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റെഫ്ലേഷ്യ. റെഫ്ലേഷ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പൂവാണ് അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ് റെഫ്ലേഷ്യ. ആ പൂവ് ജീവിക്കുന്നത് മറ്റുള്ള ചെടികളെ ആശ്രയിച്ചാണ്. പിന്നെ കസ്കറ്റ എന്ന് വെച്ചാൽ നമ്മൾ മൂടില്ലാത്ത ആൾ. അത് മൂടില്ലാത്ത ആളെ അറിയാമല്ലേ, ഒരു നാര് പോലത്തെ ഒരു സംഭവം. അത് ഏതെങ്കിലും ചെടികളിൽ വന്നിരുന്നാലോ അതിൻ്റെ ന്യൂട്രിയൻസ് ഫുള്ളും വലിച്ചെടുത്ത് ആ ചെടികളെ കൊല്ലും. The plants with red colored leaves cannot prepare food by themselves. Do you agree? Why? റെഡ് കളർ ലീവ്സ് ഉള്ള ചെടികൾക്ക്, അല്ലെങ്കിൽ റെഡിന് വരെ യെല്ലോ കളർ, അങ്ങനെ പല കളറിൽ ലീഫുള്ള ചെടികളുണ്ട് അല്ലേ, ആ ചെടികൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയത്തില്ല. ഡു യു എഗ്രി? വൈ? നിങ്ങളത് എഗ്രി ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ട്? ഇല്ല. നോ, ദ റെഡ് കളേർഡ് ലീവ്സ് കണ്ടെയ്ൻ ക്ലോറോഫിൽ. എന്താ എഗ്രി ചെയ്യാത്ത? നമ്മൾ ഏത് കളർ ലീഫ് എടുത്താലും അതിനകത്ത് എന്തുണ്ട്? ക്ലോറോഫിലുണ്ട്. പ്ലാന്റ്സ് വിത്ത് റെഡ് കളേർഡ് ലീവ്സ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ. നമ്മൾ റെഡ് കളറാവട്ടെ, യെല്ലോ കളറാവട്ടെ, എന്ത് കളർ ലീഫ് ഉണ്ടായിരുന്നാലും അതിലെന്തടങ്ങിയിട്ടുണ്ട്? ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട്. അത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്ലാന്റ്സ് വിത്ത് യെല്ലോ കളേർഡ് ലീവ്സ് കനോട്ട് പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽഫ്. ഡു യു എഗ്രി? നോ,
ആൻസർ എന്താ? ദ യെല്ലോ കളർ ലീവ്സ് കണ്ടെയ്ൻ ക്ലോറോഫിൽ. ഏത് ലീഫ് എടുത്താലും അതിൽ ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് എക്സ്പീരിമെൻറ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ? ആ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് എക്സ്പീരിമെൻറ്റ് ചെയ്തപ്പോൾ ഏത് കളർ എടുത്താലും ആ ലീഫ് ഏത് കളറായിരുന്നാലും അതിന് എന്തടങ്ങിയിട്ടുണ്ട്? ക്ലോറോഫിൽ എന്ന ഗ്രീൻ പിഗ്മെൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രീൻ പിഗ്മെൻറ്റാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത്. ഓക്കെ, ഇനി ഫുഡ് ചെയിനും ഫുഡ് വെബും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അതും പഠിക്കുക. ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കുക, എന്നിട്ട് യൂണിറ്റ് ടെസ്റ്റിനൊക്കെ നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ മക്കളമാരെ, അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് ഉടൻ തന്നെ കാണാം. അടുത്ത ചാപ്റ്ററിലൂടെ ബേസിക് സയൻസിൻ്റെ അടുത്ത ചാപ്റ്ററിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നല്ലപോലെ പഠിക്കുക. ഓക്കെ.